കാത്തലിക് ഹൈസ്കൂളിലും യൂണിവേഴ്സിറ്റിയിലുമാണ് പഠിച്ചതെങ്കിലും ദൈവവിശ്വാസം ഒട്ടും തന്നെയില്ലാത്ത വ്യക്തിയായിരുന്നു കുസാനാഗി. വിവാഹിതയാകുന്ന സമയത്താണ് തൻ്റെ ഭർത്താവ് ഒരു കത്തോലിക്കനാണെന്ന് അവൾ മനസ്സിലാക്കിയത്. എന്നിട്ടും ദേവാലയത്തിൽ പോകാനോ വിശ്വാസ ജീവിതം നയിക്കാനോ അവൾ തയ്യാറായില്ല. 39ാമത്തെ വയസ്സിലാണ് അവൾക്കൊരു മകൻ ജനിച്ചത്. അവന് മാമോദീസ നൽകുന്ന കാര്യത്തിലും അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ശൈശവത്തിൽ തന്നെ മാമോദീസ നൽകുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണം കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാൻ നല്ലതാണെന്ന ഭർതൃവീട്ടുകാരുടെ നിർദ്ദേശം അവൾ അംഗീകരിച്ചു. 2022 ഒക്ടോബർ വരെ താൻ വളരെ അശ്രദ്ധമായാണ് ജീവിച്ചിരുന്നതെന്ന് കുസാനാഗി പറയുന്നു. ആ ഇടയ്ക്ക് ഒരു നാൾ ഭർത്താവിന് പാൻക്രിയാറ്റിക് ക്യാൻസർ സ്ഥിരീകരിച്ചതോടെ അവളുടെ ജീവിതശൈലി മാറി. വിവരമറിഞ്ഞ കുസാനാഗി ഉത്കണ്ഠാകുലയായി. എന്നാൽ ഭർത്താവിന് യാതൊരു നിരാശതയോ ആകുലതയോ ഇല്ലായിരുന്നു താനും. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ശാന്തതയോടെ ജീവിക്കുന്നതെന്ന ചോദ്യത്തിന് ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്നും അവിടെ നിന്ന് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ചെറുപ്പം മുതലുള്ള ദൈവവിശ്വാസവും നിരന്തരം ദേവാലയത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതുമാണ് തൻ്റെ ഭർത്താവിൻ്റെ ശാന്തതയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കിയ കുസാനാഗി ദൈവവിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന ശാന്തതയും സമാധാനവും തനിക്കും വേണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങി. മാത്രമല്ല, ഒരുപക്ഷെ ഭർത്താവിൻ്റെ ജീവിതാവസാനം വരെ കൂടെ ഉണ്ടായേക്കാവുന്ന രോഗത്തിൻ്റെ അസ്വസ്ഥതകൾക്കിടയിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കണമെങ്കിൽ അദ്ദേഹം നടക്കുന്ന വഴിയെ താനും നടന്നേ മതിയാവൂ. ഇക്കാര്യം അവൾ ഭർത്താവിനോട് പറഞ്ഞു. തനിക്ക് ക്യാൻസർ വന്നെങ്കിലും അത് ഭാര്യയുടെ മാനസാന്തരത്തിന് കാരണമായതിൽ സന്തോഷമേ ഉള്ളൂവെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അങ്ങനെ ദേവാലയത്തിലെ മതപഠന ക്ലാസ്സിൽ മകനോടൊപ്പം അവൾ പങ്കെടുക്കാൻ തുടങ്ങി. 2023 ഏപ്രിൽ തുടങ്ങിയ കോഴ്സ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ അവസാനിച്ചു. ദേവാലയവും വൈദികരും അൽമായ സുഹൃത്തുക്കളും വലിയ പിന്തുണയാണ് തനിക്ക് നൽകുന്നതെന്നും ഞായറാഴ്ചകളില്ലാത്ത ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോൾ തനിക്ക് കഴിയില്ലെന്നും കുസാനാഗി പറയുന്നു. വരുന്ന മാർച്ച് 30-ാം തീയതി ഇടവക ദേവാലയത്തിലെ ഈസ്റ്റർ വിജിലിൽ റാഫേല എന്ന പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് കുസാനാഗി. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതും ഒരുപക്ഷെ വേദനാജനകമെന്ന് നാം കരുതുന്നതുമായ അനുഭവങ്ങളിലൂടെ പോലും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജപ്പാനിൽ നിന്നുള്ള 49-കാരിയായ ജുങ്കോ കുസാനാഗിയുടേത്.